Forgetfulness by Billy Collins. So this is Billy Collins. He's an American poet, born in 1941, still alive. He was the American Poet Laureate for some time, and he is a very popular poet. So the poem that we have to study is Forgetfulness. So just looking at the title of the poem, forgetfulness means forgetting, losing the capacity to remember things. And we are studying this poem as part of the module on aging. We associate aging and memory loss and forgetting things, etc. together. പക്ഷേ ഈ കവിതയിൽ എവിടും ബിലി കോളിൻസ് ഏജിങ് എന്ന് പറയുന്നൊരു വേർഡ് ഉപയോഗിക്കുന്നില്ല. ഒരു ഏജ്, ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് മറന്നു പോകുന്നത് എന്നൊന്നും ഇവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നില്ല. ഹി ജസ്റ്റ് റിമെമ്പേഴ്സ് ഹൗ, ഇപ്പം ഈ മെമ്മറി ലോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഫൊഗെറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ വളരെ സില്ലി ആയിട്ടുള്ള തിങ്സ് ആയിരിക്കും മറന്നു പോകുന്നത്, ആദ്യം മറന്നു പോകുന്നത് വെരി ഇൻസിഗ്നിഫിക്കൻറ്റ് ലിറ്റിൽ ഡീറ്റെയിൽസ് ആയിരിക്കും മറന്നു പോകുന്നത്. പിന്നീട് ആസ് വി പ്രോഗ്രസ് ആൻഡ് ആർ മെമ്മറി ലോസ് ബിക്കംസ് മോർ സിവിയർ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും, നമ്മുടെ ഐഡൻറ്റിറ്റി പോലും നമ്മൾ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഈ പ്രോസസ് ഓഫ് ഫൊഗെറ്റ്ഫുൾനെസ് വിച്ച് ഇസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഏജിങ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാൾ മറന്നു പോകുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് വഴി ഈ പ്രോസസ് ഓഫ് ഗ്രാജുവൽ പ്രോസസ് ഓഫ് ഫൊഗെറ്റിംഗ് അത് ബിലി കോളിൻസ് ഇവിടെ പോർട്രേ ചെയ്യാണ്. അപ്പോൾ ദ ടോൺ ഓഫ് ദ പോയം ഇസ് വെരി ലൈറ്റ്. പറയുന്ന കാര്യം കുറച്ച് ഗ്രാവിറ്റിയുള്ള കാര്യമാണ്, മെമ്മറി ലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ലൂസിങ് യുവർ ഐഡൻറ്റിറ്റി ഇവൻച്വലി. പക്ഷെ തുടക്കത്തിൽ ഫൊഗെറ്റിംഗ് സ്റ്റഫ് നമ്മളതിനെ വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈറ്റ് ടച്ചോടെയാണ് പോയിട്ട് ഈ ഫൊഗെറ്റ്ഫുൾനെസ്സിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് റീഡ് ദ പോയം. ദ നെയിം ഓഫ് ദ ഓത്തർ ഇസ് ദ ഫസ്റ്റ് ടു ഗോ, followed obediently by the title, the plot, the heartbreaking conclusion, the entire novel which suddenly becomes one you have never heard, never read, never even heard of. ഓക്കെ, അപ്പോൾ ഈ ഓരോന്നായിട്ടാണ് നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഓർമ്മ നഷ്ടപ്പെടാൻ നമ്മൾ പ്രായമാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഡു വി സ്റ്റിൽ റിമെമ്പർ എവറിത്തിങ് ദറ്റ് ഹാപ്പൻഡ് ഇൻ ആർ ചൈൽഡ്ഹുഡ്? അപ്പം നിങ്ങളൊക്കെ യങ് ആണ്, പക്ഷേ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓരോ കാര്യവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല, ചെറിയ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അപ്പം അതേപോലെ ഇവിടെ പറയാണ് ദ ഓത്തർ, നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നോവൽ, അതിൻ്റെ ഓത്തറിൻ്റെ പേര് നിങ്ങൾ മറന്നു പോകുന്നു, ആ നോവലിൻ്റെ ടൈറ്റിൽ മറന്നു പോകുന്നു, പിന്നെ അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ പ്ലോട്ട് മറന്നു പോകുന്നു, പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനായിരുന്നു, ഹാർട്ട് ബ്രേക്കിംഗ് കൺക്ലൂഷനായിരുന്നു, അത് നിങ്ങൾ മറന്നു പോകുന്നു. ആൻഡ് ഇവൻച്വലി നിങ്ങൾ അങ്ങനെ ഒരു ബുക്കിനെ പറ്റിയുള്ള എൻറ്റയർലി നിങ്ങളുടെ മെമ്മറി നിങ്ങൾ നഷ്ടപ്പെടുന്നു. ആ ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഈ ഓർമ്മകളെ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് വൺ ബൈ വൺ. അപ്പോൾ ഇവിടെ ഈ മെമ്മറീസിനെ, ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പക്ഷേ ഓർമ്മകളെ ഇവിടെ ബിലി കോളിൻസ് പെർസോണിഫൈ ചെയ്യാണ്. ദിസ് ലോസ് ഓഫ് മെമ്മറി is compared to ഈ memories. He imagines that memories are is a person and he has suddenly decided to leave and go to another place. അപ്പം അങ്ങനെ ഒരു ഫിഷിംഗ് വില്ലേജിലേക്ക് നമ്മുടെ ബ്രെയിനിലുണ്ടായിരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറീസ് പെട്ടെന്ന് അവിടെ നിന്നും യാത്ര തിരിച്ച് ബ്രെയിനിൻ്റെ വേറെ ഒരു സ്ഥലം, ഇവിടെ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നു,
സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നൊരു ഹെമിസ്ഫിയർ നമ്മുടെ തലയിലില്ല ആക്ച്വലി. നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പം സദേൺ ഹെമിസ്ഫിയർ എന്ന് പോയിട്ട് ചൂസ് ചെയ്യുന്നത് തന്നെ ബിക്കോസ് ദർ ഇസ് നോ സച്ച് പാർട്ട് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ ആ ഭാഗത്തേക്ക് മെമ്മറീസ് എല്ലാം പോയിരിക്കുകയാണ്. അവിടുത്തെ ലിറ്റിൽ അവിടെ ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജ് ഉണ്ട്, അവിടെ ഫോണില്ല. അതായത് നോ ബഡി അല്ലേ, യു കാണ്ട് ആക്സസ് യുവർ മെമ്മറീസ് എനിമോർ. യു ഹാവ് ലോസ്റ്റ് യുവർ മെമ്മറീസ്, അതായത് യു ഹാവ് ഫുഗോട്ടൺ. അതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. വൺ ബൈ വൺ ദ മെമ്മറീസ് യു യൂസ്ഡ് ടു ഹാർബർ, നിങ്ങൾ സ്റ്റോർ ചെയ്തിരുന്ന മെമ്മറീസ്, ദേ ഡിസൈഡഡ് ടു റിട്ടയർ ബൈ ദംസെൽവ്സ് അല്ലേ, അവർ സ്വന്തമായിട്ട് തീരുമാനിച്ച് അല്ലേ, അല്ലാതെ നിങ്ങളുടെ തീരുമാനം അതിലില്ല. They have decided by themselves to retire to the southern hemisphere of the brain to a little fishing village where there are no phones. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ മെമ്മറി ഒരിക്കലും തിരിച്ച് വരത്തില്ല അല്ലേ, ഫോണില്ല, റേഞ്ച് ഇല്ല, യു ക്യാൻ നെവർ ക്യാപ്ചർ ദോസ് മെമ്മറീസ് അഗൈൻ. അപ്പം ആദ്യം പോകുന്ന മെമ്മറി എന്നിവിടെ അല്ലേ സ്പെസിഫിക് മെമ്മറി പറയുന്നത് ദ ഡീറ്റെയിൽസ് ഓഫ് എ ഫേവററ്റ് ബുക്ക്. ഇനി അടുത്ത ഏത് മെമ്മറിയാണ് ഇവിടെ നെറേറ്ററിന് നഷ്ടപ്പെടുന്നത്? ലോങ് എഗോ ഓക്കെ യു kissed the names of the 9 muses goodbye and watched the quadratic equation pack its bag, and even now as you memorize the order of the planets, something else is slipping away. A state flower perhaps, the address of an uncle, the capital of Paraguay. അപ്പോൾ ഇവിടെ ലോങ് എഗോ, അതായത് ഈ ഫേവററ്റ് നോവൽ മറന്നു പോകുന്നതിന് മുമ്പ് തന്നെ ദർ ആർ പ്ലെൻറ്റി ഓഫ് തിങ്സ് ദാറ്റ് the narrator had already forgotten. The names of the 9 muses, അതാണ് മറന്നുപോയ ഒരു കാര്യം. 9 muses എന്ന് പറഞ്ഞാൽ അല്ലേ, they are said to be the goddesses of inspiration in Greek mythology. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നറേറ്ററിനെ പറ്റിയുള്ള ഒരു കമൻറ്റാണിത്. ഹീ ഈസ് സംബഡി ഹു ഇസ് വെൽ വേഴ്സ്ഡ് ഇൻ ക്ലാസിക്സ്. അപ്പോൾ ക്ലാസിക്സ് വളരെ നല്ലതായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു, പക്ഷേ ഏറ്റവും ഫെമിലിയർ ആയിരുന്ന അയാൾക്ക് ഈ 9 ഗോഡസസിൻ്റെ പേരുകൾ, പക്ഷേ ആ പേരുകളൊന്നും അല്ലേ ലോങ് ബാക്ക് അതെല്ലാം അയാൾ മറന്നുപോയി. പിന്നീട് അയാൾ മറന്നുപോയ കാര്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ബേസിക് മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. അത് അയാൾക്കൊന്നും ഓർമ്മയില്ല. അതും ഇതുപോലെ പെർസോണിഫൈ ചെയ്യാണ്. ഇയാൾ കണ്ടു അയാളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന മെമ്മറി ബാഗും പാക്ക് ചെയ്ത് സ്ഥലം വിടുന്നത് അയാൾ കണ്ടു. ഇനി ഹി കംസ് ബാക്ക് ടു ദ പ്രസൻറ്റ്. ഓക്കെ, ഇപ്പോഴും അല്ലേ അറ്റ് ദ സെയിം ടൈം ദറ്റ് ഹീ ഈസ് ട്രൈങ് ടു ലേൺ സംതിങ് അല്ലേ, പുതിയതായിട്ട് ഓർഡർ ഓഫ് ദ പ്ലാനറ്റ്സ് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഹീ ക്യാൻ വാച്ച് സൈമൾട്ടേനിയസ്ലി ചില അറിയാമായിരുന്ന ചില കാര്യങ്ങൾ മറന്നു പോകുന്നത് അയാൾ ഒബ്സേർവ് ചെയ്യുകയാണ്. അതായത് അവിടെ പറയുന്ന 2 ഫാക്ട്സ് ആണ്. ഒരു സ്റ്റേറ്റ് ഫ്ലവർ, ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഫ്ലവേഴ്സ് കാണും. നമ്മുടെ ഇന്ത്യയുടെ ആണെങ്കിൽ ഇറ്റ്സ് എ ലോട്ടസ് അല്ലേ. അപ്പോൾ അതേപോലെ ദിസ് ഇസ് എൻ അമേരിക്കൻ പോയറ്റ്, അപ്പം ഏതോ ഒരു സ്റ്റേറ്റിൻ്റെ ഫ്ലവറൊക്കെ അയാൾക്ക് അറിയാമായിരുന്നു. ഒരു അങ്കിളിൻ്റെ അഡ്രസ്, ക്യാപിറ്റൽ ഓഫ് പാരഗ്വേ, ഇതൊക്കെ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. പാരഗ്വേ ഇസ് എ സൗത്ത് അമേരിക്കൻ കൺട്രി. അപ്പോൾ ഇതൊന്നും അയാൾക്കിപ്പോൾ ഓർമ്മയില്ല. അതും ഇങ്ങനെ അയാൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ മെമ്മറീസ് എന്തൊക്കെയാണ്? ഫേവററ്റ് ബുക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അല്ലേ, 9 മ്യൂസസിൻ്റെ പേരുകൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പിന്നെ ദ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് സം സ്റ്റേറ്റ്, ഒരു അങ്കിളിൻ്റെ അഡ്രസ്സ്, ഒരു ബിലവഡ് അങ്കിളിൻ്റെ അഡ്രസ്സ്, ക്യാപിറ്റൽ ഓഫ് പാരഗ്വേ. നമ്മളിങ്ങനെ മെമ്മറൈസ് ചെയ്ത് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ, നമുക്ക് കൊച്ചിലേ മുതലേ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും അയാൾക്ക് ഓർമ്മയില്ല. ആൻഡ് വാട്ട് എവർ ഇറ്റ് ഇസ് യു ആർ സ്ട്രഗ്ലിംഗ് ടു റിമെമ്പർ, ഇറ്റ് ഈസ് നോട്ട് പോയിസ്ഡ് ഓൺ ദ ടിപ്പ് ഓഫ് യുവർ ടങ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് യുവർ ടങ് അല്ലേ. അതായത് ആ എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നമുക്കൊരു കാര്യം ഓർമ്മ അല്ലേ, വി നോ ഇറ്റ് ബട്ട് വി കാണ്ട് റിമെമ്പർ ഇറ്റ്. അതിപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടും എന്ന് നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ നറേറ്റർ പറയാണ് എൻ്റെ മെമ്മറീസ് ഒന്നും എൻ്റെ ടിപ്പ് ഓഫ് ദ ടങ്ങിലില്ല,
അല്ലേ, അത് കംപ്ലീറ്റ്ലി അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇറ്റ് ഈസ് നോട്ട് ഈവൻ ലേർക്കിംഗ് ഇൻ സം ഒബ്സ്ക്യൂർ കോർണർ ഓഫ് യുവർ സ്പ്ലീൻ. ഓക്കെ, അപ്പോൾ ഇത് അല്ലേ, ഇത് നമ്മുടെ ടിപ്പ് ഓഫ് ദ ടങ്ങിലോ അല്ലെങ്കിൽ റിക്കോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ബോഡിയിലെ ഒരു കോർണറിലും ഈ മെമ്മറി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ഗോൺ ഫോർ എവർ. അല്ലെ, ആ മെമ്മറി എനിക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്നാണ് നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്. ദാറ്റ് മെമ്മറി ഹാസ്, അല്ലെ, എന്താണോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്, ഇറ്റ് ഹാസ് ഫ്ലോട്ടഡ് അവേ ഡൗൺ എ ഡാർക്ക് മിത്തലോജിക്കൽ റിവർ ഹൂസ് നെയിം ബിഗിൻസ് വിത്ത് എൻ എൽ ആസ് ഫാർ ആസ് യു ക്യാൻ റിക്കോൾ. അതായത് അല്ലേ, നേരത്തെയും പറഞ്ഞു ഇദ്ദേഹം ഒരു മെമ്മറി പാക്ഡ് മൈ ബാഗ്സ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു. മെമ്മറി അബൌട്ട് ദ ബുക്ക് ഹാസ് റിട്ടയർഡ് ടു എ ഫിഷിംഗ് വില്ലേജ് എന്ന് പറഞ്ഞു. അതേപോലെ പറയാണ് ഇവിടെ, വീണ്ടും പെർസോണിഫൈ ചെയ്യുകയാണ്. അല്ലേ, എൻ്റെ മെമ്മറി, അല്ലേ, എൻ്റെ ദ മെമ്മറി ദാറ്റ് ഐ എം ട്രൈങ് ടു ക്യാപ്ചർ, അത് എൻ്റെ ബോഡിയിലെങ്ങും ഇല്ല. ഇറ്റ് ഹാസ് ലെഫ്റ്റ് മൈ ബോഡി ആൻഡ് ഇറ്റ് ഹാസ് ഫ്ലോട്ടഡ് ഡൗൺ ഒരു റിവർ. ഈ റിവറിൻ്റെ പേര് പോലും, അല്ലേ, അതും ഒരു ഇറ്റ് ഇസ് എ റെഫറൻസ് ടു ഗ്രീക്ക് മിത്തോളജി. ദ മിത്തലോജിക്കൽ റിവർ ഹൂസ് നെയിം ബിഗിൻസ് വിത്ത് ആൻ എൽ. അതായത് ലീത്ത് എന്ന് പറയുന്ന LETHE എന്ന് പറയുന്ന റിവർ, അവിടെയാണ്, അല്ലേ, മരണം സംഭവിക്കുമ്പം അതുവഴിയാണ് ഡെഡ് സോൾസ് എൻറ്റർ ആൻഡ് ദേ ലൂസ് മെമ്മറി ഓഫ് ദെയർ ഓഫ് ദെയർ പാസ്റ്റ് ലൈഫ്. മരണത്തിൻ്റെ കോറിഡോറിൽ എത്തിക്കഴിഞ്ഞാൽ ദേ ഫൊഗെറ്റ് എവറിത്തിങ് അബൌട്ട് ദെയർ ലൈഫ് ഓൺ എർത്ത്. അങ്ങനെയാണ് പണ്ട് ഗ്രീക്സ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ റിവറിൽ യാത്ര ചെയ്താണ് അവർ എവിടെയാണോ അവരുടെ ഡെസ്റ്റിനേഷൻ ആഫ്റ്റർ ഡെത്ത് അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഹീ സേസ്, എൻ്റെ മെമ്മറി അതേപോലെ, അല്ലേ, റിവർ ലീത്തിൽ യാത്ര ചെയ്ത് പോയി. പക്ഷേ ഹി മേക്സ് ഫൺ ഓഫ് ഹിംസെൽഫ്, അല്ലെങ്കിൽ മേക്സ് ഫൺ ഓഫ് അസ് ബൈ സെയിങ് ദാറ്റ് ആ റിവറിൻ്റെ പേര് പോലും, അല്ലേ, ഈ ലീത്ത് എന്ന് പറയുന്ന റിവറിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. So, well, this memory is well on your way to oblivion. അതായത് കംപ്ലീറ്റ് ലാക്ക് ഓഫ് മെമ്മറി, അല്ലേ, കംപ്ലീറ്റ്ലി ഫൊഗെറ്റിംഗ്, ഒന്നും ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പതുക്കെ നീങ്ങുകയാണ്. വേർ യു വിൽ ജോയിൻ ദോസ് ഹു ഹാവ് ഫൊഗോട്ടൺ ഹൗ ടു സ്വിം ആൻഡ് ഹൗ ടു റൈഡ് എ ബൈസിക്കിൾ. അപ്പോൾ ഇത് രണ്ടും ബേസിക് സ്കിൽസാണ്, അല്ലേ. നമ്മൾ പറയും, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. നമ്മുടെ ബോഡി സെൻസ് മെമ്മറി അത് ഓർത്തെടുക്കും എന്ന് പറയും. പക്ഷേ ദ കേസ് ഓഫ് ഒബ്ലിവിയൻ ദാറ്റ് ഹാസ് അറ്റാക്ഡ് ദിസ് മാൻ, ദാറ്റ് വിൽ അറ്റാക്ക് യു ആസ് വി ഏജ്, ഇസ് സോ സിവിയർ ദാറ്റ് അങ്ങനത്തെ ഫണ്ടമെൻ്റൽ സ്കിൽസ് പോലും മറന്നു പോകുന്ന ഒരു സമയം വരും. ഓക്കെ, അപ്പം, അല്ലേ, നമ്മൾ ആ ഫൊഗറ്റിങ്ങിൻ്റെ ഏറ്റവും സിവിയർ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പം എന്തായിരിക്കും, അല്ലെ, എല്ലാം മറക്കുന്ന, ഞാനെല്ലാം മറന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ എന്തായിരിക്കും ശ്രമിക്കുന്നത്, അല്ലേ. അയാൾ എപ്പോഴും ശ്രമിക്കുന്നത് എനിക്ക് എന്താണ് ഓർമ്മയുള്ളത്, അയാളുടെ ലാസ്റ്റ് മെമ്മറീസ് ഹി വുഡ് ട്രൈ ടു ക്യാപ്ചർ ദോസ് മെമ്മറീസ് ആൻഡ് നോട്ട് ഫൊഗെറ്റ് ദം, അല്ലെ, ഹിൽ ബി വെരി ഡെസ്പറേറ്റ് ടു ക്യാച്ച് ദീസ് മെമ്മറീസ് ആൻഡ് നോട്ട് ഫൊഗെറ്റ് ദം. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലേ, no wonder you rise in the middle of the night to look up the date of a famous battle in a book on war. അല്ലേ, പെട്ടെന്ന് അർദ്ധരാത്രിക്ക്, അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്ന ഒരു ബാറ്റിലിൻ്റെ ഡേറ്റ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽ ആണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? ബിക്കോസ് ഇറ്റ്സ് സംതിങ് ദറ്റ് യു യൂസ്ഡ് ടു നോ. അപ്പോൾ അത് പെട്ടെന്ന് മറന്നു പോവാതിരിക്കാൻ, അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് യു ലുക്ക് ഇറ്റ് അപ്പ് at midnight in a book on war. അത് സാധാരണ ഒരു മനുഷ്യൻ, അല്ലേ, ഒരു നോർമൽ മെമ്മറി ഉള്ള ഒരാൾ അത് ചെയ്യത്തില്ല. ഞാൻ നാളെ നോക്കിക്കോളാം, അല്ലെ, ഒന്ന് മറന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വലിയ കാര്യം എന്ന് അയാൾ കരുതത്തുള്ളൂ. പക്ഷേ എല്ലാം മറക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ, ഹിൽ നെവർ ബി ഏബിൾ ടു തിങ്ക് ലൈക്ക് ദാറ്റ്, അല്ലെ, അർദ്ധരാത്രിയാണെങ്കിൽ ഹിൽ ട്രൈ ടു ക്യാപ്ചർ ദാറ്റ് മെമ്മറി. ആൻഡ് നോ വണ്ടർ ദ മൂൺ ഇൻ ദ വിൻഡോ seems to have drifted out of a love poem that you used to know by heart. അപ്പം നിങ്ങൾ, അല്ലേ, പുറത്തേക്ക് മൂണിനെ നോക്കുമ്പം നിങ്ങൾക്ക് ഫെയിൻ്റായിട്ട് ഒരു മെമ്മറി ഓർമ്മ വരും, ഒരു പോയം നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷെ നിങ്ങൾക്കത് ഫുള്ളി ഓർത്തെടുക്കാൻ പറ്റത്തില്ല. ബട്ട് യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ യൂസ് ടു നോ ദിസ് പോയം ബൈ ഹാർട്ട്
അല്ലേ, ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് എ പെർട്ടിക്കുലർ പോയം എന്നൊക്കെ അയാൾ ചിന്തിക്കും. പക്ഷേ ആ കവിതയെ പറ്റി അയാൾക്ക് യാതൊരു മെമ്മറിയും കാണത്തില്ല. അപ്പം ഇങ്ങനെയാണ് വളരെ ജെൻറ്റലായിട്ട്, ശരിക്കും പറഞ്ഞാൽ മെമ്മറി ലോസ് എന്ന് പറയുന്നത് വളരെ ഇവൻച്വലി വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ. ഒരാളുടെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ബില്ലി കോളിൻസ് ഇതിനെ വളരെ അൺഡ്രമാറ്റിക്കായിട്ട്, വളരെ ലൈറ്റായിട്ട്, പക്ഷേ വളരെ അല്ലേ നമ്മളെ വളരെ ടച്ച് ചെയ്യുന്നൊരു രീതിയിലാണ് ഈ പോയം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുന്ന നറേറ്ററിൻ്റെ യു എന്നാണ് ഇവിടെ ആക്ച്വലി അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് അഡ്രസ്ഡ് ടു ദ റീഡർ. അതായത് യു എന്ന് പറയുന്ന ആളാണ്, വായിക്കുന്ന ആളാണ് ഇവിടെ ഇതിൻ്റെ സെൻട്രൽ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും he also talks about certain quirks of this narrator that he chooses, അല്ലേ. ക്ലാസിക്കൽ മിത്തോളജിയുടെ റെഫറൻസസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റീഡറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം വി ഹാവ് ടു ലേൺ ദിസ് പോയം ആസ് പാർട്ട് ഓഫ് ദ മോഡ്യൂൾ ഓൺ ഏജിങ്. അപ്പം നമുക്ക് ഈ മെമ്മറി ലോസിനെ അല്ലെങ്കിൽ ഈ ഗ്രാജുവൽ ലോസ് ഓഫ് മെമ്മറിയെ നമുക്ക് ഏജിങ്ങിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് മനസ്സിലാക്കാം.